blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡുമായി നിങ്ങളുടെ മുൻപിൽ വന്നു ചേർന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലെ സന്ദേശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത 2 പേർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി, അവരുടെ മകൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ്, പ്രത്യേകമായിട്ട് നവംബർ 3 ആയിരുന്നു. ബിലൈറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ തന്നെ മാവേലിക്കരയിൽ നിന്ന് പേര് വെളിപ്പെടുത്താനാകാത്ത മറ്റൊരു വ്യക്തി. ഇവർക്ക് വേണ്ടി, ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഗുജറാത്തിൽ നിന്നുള്ള ആ കുടുംബത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൻ്റെ ആ ബർത്ത്ഡേ ദിനം മുതൽ ഇന്ന് വരെയും കർത്താവ് നടത്തി. ഇനി ഈ വർഷം മുഴുവൻ അങ്ങ് അവരെ നടത്തണമേ. അവരുടെ മുഴുവൻ കുടുംബത്തിലേക്കും വേണ്ട ദൈവിക ആരോഗ്യം ഉണ്ടാകട്ടെ, രോഗങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് കർത്താവെ, അതുപോലെ തന്നെ അവന് ലഭിക്കാനുള്ള ബാലൻസ് എമൗണ്ട് കർത്താവെ, അവൻ്റെ ഓൺലൈൻ ബിസിനസ്സിലൂടെ ലഭിക്കാനുള്ള പണം അത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാവേലിക്കരയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ കേസിൽ, കോടതി കേസിൽ കർത്താവെ, അത് പ്രത്യേകിച്ച് അവരുടെ വസ്തു സംബന്ധമായ കേസിൽ ദൈവികമായ അനുകൂലമായ വിധി അവർക്ക് പുറപ്പെടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മുഴുവൻ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളുടെ ശരീരത്തിലും രോഗസൗഖ്യമുണ്ടാകട്ടെ, പൂർണ്ണമായ സൗഖ്യത്തിൻ്റെ നന്മകൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 2 വ്യക്തികളെയും കർത്താവെ, അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 2 വ്യക്തികളോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാഗ്പൂർ ഡിസംബർ 3 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വികാസ് ഭവൻ, കൊരടി റോഡ്, മംഗപൂർ, നാഗ്പൂർ, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെക്കന്ദരാബാദ് ഡിസംബർ 4 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. YMCA ഓഫ് ഗ്രേറ്റർ ഹൈദരാബാദ്. ഡോർ നമ്പർ 9138, SP റോഡ്, ക്ലോക്ക് ടവറിന് സമീപം, സെക്കന്ദരാബാദ്, തെലങ്കാന 500003. ഈ അമ്മച്ചിയുടെ പേര് മറിയാമ്മ മത്തായി എന്നാണ്. ഈ അമ്മച്ചിക്ക് 2013 മുതൽ തൻ്റെ കാലിൻ്റെ അടിവശം എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ വിണ്ട് കീറുന്ന ഒരു അസുഖം തനിക്ക് വന്നിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾ കഴിയും തോറും വിണ്ട് കീറുന്ന ഈ അസുഖം കൂടുതലായി ശരിക്കും വിരല് അറ്റുപോകുന്ന രീതിയിൽ വരെയും വിണ്ട് കീറി. തൻ്റെ കാലുകളിൽ വിരൽ അറ്റുപോകുന്ന പോലെ എല്ലാവരും പേടിച്ചു. തൻ്റെ മകളും ബന്ധുക്കളൊക്കെ പേടിച്ചു, ഇനി വിരലെങ്ങാനും പോകുമോ എന്ന്. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്: വിരൽ മുറിച്ച് മാറ്റുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്, കാരണം അത് പഴുക്കുവാനും തുടങ്ങി. പക്ഷേ ഈ അമ്മച്ചിക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അത് അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം മുറിവ് മരുന്ന് കൊടുത്ത് ഉണക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഒരൊറ്റ പോംവഴി മുറിച്ച് കളയുക എന്നതായിരുന്നു. അതിനുശേഷം തൻ്റെ മകൾ ഇന്നിവിടെയുണ്ട്. നമ്മുടെ പെരുമ്പാവൂർ ബ്ലെസ്സിംഗ് സെൻ്ററിൻ്റെ ഒരു ശുശ്രൂഷക കൂടിയാണ്. മകൾ അറിഞ്ഞു നമ്മുടെ കോതമംഗലത്ത് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ 2013 ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വരുന്നതായിട്ട് അറിഞ്ഞു. 2 വർഷങ്ങൾക്ക് മുൻപ്. അതെ, 2 വർഷങ്ങൾക്ക് മുൻപ്. വേഗത്തിൽ തന്നെ മകൾ ഈ അമ്മയും കൂട്ടി അന്ന് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നു. അന്ന് പ്രാർത്ഥിച്ചു മടങ്ങിപ്പോയി. അതിനുശേഷമെല്ലാം കുറേയധികം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: അതിനുശേഷം ഈ പരിസരത്ത് എവിടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നാലും ഈ അമ്മ വരും. മൂവാറ്റുപുഴയിൽ വന്നിട്ടുണ്ട്, അങ്ങനെ പെരുമ്പാവൂർ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ താൻ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നിട്ടുണ്ട്. ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്നത്തെ ആ 2013 ശേഷം, ആ ഒരു കോതമംഗലം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് ശേഷം താൻ വീട്ടിൽ പോയപ്പോൾ തൻ്റെ കാലിന് എന്തോ ഒരു സൗഖ്യം ലഭിച്ചതുപോലെ ഒരു തോന്നൽ ആദ്യം ഉണ്ടായി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ തോന്നൽ വെറും തോന്നലല്ലായിരുന്നു. മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞ വിരലുകളുടെ ആ സ്ഥലത്ത് വിണ്ട് കീറിയതൊന്നും കാണാനില്ല, പൂർണ്ണമായും സൗഖ്യമായി. ഇന്ന് പൂർണ്ണമായ സൗഖ്യമായ വിരലുകളുമായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. 2 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സൗഖ്യമാണ് ഈ കാണുന്നത്. ഹല്ലേലൂയ. അമ്മ വലിയ സന്തോഷമുണ്ട്.
കർത്താവിൻ്റെ സൗഖ്യത്തിന് കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ മാതാവിന് കൊടുത്ത ആ സൗഖ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. മാത്രമല്ല, രോഗസൗഖ്യം ഒരാൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ അങ്ങ് ചെയ്യുന്നത്. ആര് വിശ്വസിച്ചാലും അവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കും. ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നവരും ഈ സാക്ഷ്യം കാണുന്നവരും കൂടെ ഷുഗർ ലെവൽ വർദ്ധിച്ച് കാല് മുറിച്ച് കളയണം, അല്ലെങ്കിൽ വിരൽ മുറിച്ച് കളയണം, ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരിൽ ഇതേ രോഗസൗഖ്യം ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. മറ്റു രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. I'm going to speak on a very special topic. You shall receive power. ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞൊരു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതിൻ്റെ പേര് നിങ്ങൾ ശക്തിയെ പ്രാപിക്കും. Everybody say, I will receive power. എല്ലാവരും പറഞ്ഞാലും ഞാൻ ശക്തിയെ പ്രാപിക്കും. വലത്തെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ പറയാമോ? ഞാൻ ശക്തിയെ പ്രാപിക്കും. Our God is a very, very powerful God. നമ്മുടെ ദൈവം വളരെ വളരെ ശക്തിയുള്ള ദൈവമാണ്. Many people do not have any idea about God. ഒത്തിരി ആളുകൾക്കും ദൈവം എന്താണെന്നുള്ള യാതൊരുവിധ ഐഡിയയും അവർക്കില്ല. Because the Bible says nobody has ever seen the real image of God, the real shape of God, the real form of God. കാരണം ബൈബിൾ പറയുന്നു, ഒരു വ്യക്തിയും ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം, ദൈവം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. And with a limited human brain, it's very, very difficult to understand the real God or the fullness of God's being. നമ്മുടെ പരിമിതമായ നമ്മുടെ തലച്ചോർ കൊണ്ട് നമ്മുടെ ദൈവത്തെ, സർവശക്തനായ ആ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. None of us is able to understand God fully. നമ്മൾ ആർക്കും തന്നെ ദൈവത്തെ പൂർണ്ണമായ വിധത്തിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതല്ല. But the Bible is the revealed will of God, the revealed word of God. എന്നാൽ ബൈബിൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ, ദൈവത്തിൻ്റെ ഹിതത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. So when we read the Bible regularly, we can have more revelation and more knowledge of God. എന്നാൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും നമ്മൾ തുടർച്ചയായി വായിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൂടുതലായുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നതാണ്. And many times in our lives, sometimes we become very powerless and weak. നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും നമുക്ക് ശക്തിയില്ലാത്ത ബലഹീനമായ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു Sometimes പോകാറുണ്ട്. we are emotionally weak. ചില സമയം നമ്മൾ മാനസികമായി ഒത്തിരി തളർന്ന അവസ്ഥയിൽ Sometimes you are പോകാറുണ്ട്. mentally weak. ചില സമയം നമ്മുടെ മാനസികമായ തലത്തിൽ നമ്മൾ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്. Sometimes we are spiritually weak. ചില സമയങ്ങളിൽ നമ്മൾ ആത്മീകമായി തളർന്നു പോകാറുണ്ട്. Sometimes we are weak in our bodies. ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒത്തിരി ക്ഷീണങ്ങൾ അനുഭവിക്കാറുണ്ട്. Remember, God is a powerful God. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. There is no weakness in God. ദൈവത്തിന്റെ അകത്ത് ബലഹീനത എന്ന് പറയുന്നത് അതില്ല. God is not tired. ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നവനല്ല. Because He has all mightiness with Him. കാരണം ദൈവത്തിന്റെ ഉള്ളിൽ ദൈവം ഏറ്റവും കൂടുതൽ ശക്തി നിറഞ്ഞവനാണ്. But at the same time, God can give us power when we are weak. എന്നാൽ മറ്റൊരു വശം എന്നുള്ളത്, ദൈവത്തിന് നമ്മൾ ബലഹീനരായിരിക്കുന്ന സമയത്ത് തൻ്റെ ശക്തിയെ നമ്മളിലേക്ക് പകരുവാൻ കഴിയുന്നവനാണ്. When we journey through the pages of the Bible, നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ we can see many people in many occasions, they were weak, but God came and gave them strength and power. ബൈബിളിൽ ഒത്തിരി ആളുകളെ നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ബലഹീനമായ തളർന്ന അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ആ സാഹചര്യത്തിലെല്ലാം ഇറങ്ങിച്ചെന്ന് ദൈവം അവരെ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. God is a strength giving God. നമ്മുടെ ദൈവം ശക്തിയെ പകരുന്നവനാണ്. And He can empower us when we are powerless. നമ്മുടെ ജീവിതത്തിൽ ശക്തി ക്ഷയിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ ശക്തിയെ പകരുവാൻ കഴിയുന്നവനാണ്. If you really want to receive strength in your life in any area, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് ശരിക്കും ശക്തിയെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ Jesus is here, that He is more than willing to give you. യേശു ഇവിടെയുണ്ട്.
നിങ്ങൾക്ക് ശക്തി തരുവാൻ യേശു നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായി തൻ്റെ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ പകരാൻ പോവുകയാണ്. Romans chapter number 1, റോമർക്കെഴുതിയ ലേഖനം 1-ാം verse അധ്യായം number 16. അതിന്റെ 16-ാമത്തെ വാക്യം. The Bible says, the gospel is the power of God for salvation for everyone who believes. സുവിശേഷം അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവശക്തിയാകുന്നുവല്ലോ. വിശ്വസിക്കുന്ന ഏവർക്കും ദൈവശക്തിയാകുന്നു. അത് ദൈവശക്തിയാകുന്നു. That means, look here. അതിന്റെ അർത്ഥം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാലും, when we read the gospels in the Bible, ബൈബിളിലെ സുവിശേഷ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, and when we believe in the gospel, that means the good news of Jesus, നമ്മൾ ഈ ദൈവത്തിന്റെ സുവിശേഷം, ഈ നല്ല വാർത്ത നമ്മൾ വിശ്വസിക്കുമ്പോൾ, there is power in the gospels to save us. ഈ സുവിശേഷത്തിനകത്ത് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി അടങ്ങിയിട്ടുണ്ട്. Every one of us sitting here, we don't want to hear any bad news. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ നമുക്ക് മോശമായ വാർത്ത, നല്ല അല്ലാത്ത വാർത്ത കേൾക്കുന്ന ഇഷ്ടമല്ല. Sometimes when we attend a call, we may hear a bad news. ചില സമയത്ത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത വാർത്തകൾ കേൾക്കാറുണ്ട്. There was an accident somewhere. ചിലയിടത്ത് ആക്സിഡന്റുകൾ സംഭവിച്ചു. There was a death somewhere. ആരൊക്കെയോ ചിലർ മരിച്ചു പോയിരിക്കുന്നു. When we hear the shocking news, sometimes the hearer will have a heart attack. ചില സമയത്ത് ഞെട്ടിപ്പിക്കുന്ന ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാറുണ്ട്. Remember one thing, none of us wants to hear any bad news. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ആർക്കും തന്നെ മോശമായ തെറ്റായുള്ള വാർത്തകൾ കേൾക്കുന്നത് ഇഷ്ടമല്ല. But in this world we hear a lot of bad news. നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ഒത്തിരി ഇതുപോലെയുള്ള മോശം വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. But the Bible gives us a good news. എന്നാൽ ബൈബിൾ നമുക്ക് നൽകുന്നത് നല്ല വാർത്തകളാണ്. Gospel means the good news. ഗോസ്പൽ, സുവിശേഷം എന്ന് പറയുന്നത് നല്ല വാർത്ത എന്നാണ് അർത്ഥം. Everybody say good news. എല്ലാവരും പറഞ്ഞാലും നല്ല വാർത്ത. Let me tell you one thing. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Whatever situation you are in today, ഇന്ന് നിങ്ങൾ ഏതൊക്കെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം, there is a good news for you. നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊരു നല്ല വാർത്തയുണ്ട്. You may be going through financial crisis. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കടന്നു പോവുകയായിരിക്കാം. There is a good news. നിങ്ങൾക്കൊരു നല്ല വാർത്തയുണ്ട്. You may be going through sickness. നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാകാം. There is a good news for you. നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ ഒരു നല്ല വാർത്തയുണ്ട്. You are addicted to some sins. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പാപത്തിന് നിങ്ങൾ അടിമപ്പെട്ട് ജീവിക്കുകയായിരിക്കാം. There is a good news for you. നിങ്ങൾക്കും ഒരു സന്തോഷത്തിന്റെ വാർത്തയുണ്ട്. Any problem that you face today, there is a good news for you. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊക്കെ പ്രയാസങ്ങളാണോ ബുദ്ധിമുട്ടുകളാണോ അതിനൊക്കെ ഒരു നല്ല വാർത്ത നിങ്ങളോട് പറയുവാനുണ്ട്. Maybe in order to come out of your problems, you might have tried so many things already in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടിരിക്കുകയായിരിക്കാം. But still there is a good news for you. എങ്കിലും അതിന്റെ മുൻപിൽ നിങ്ങൾക്കൊരു നല്ല വാർത്ത കേൾക്കുവാനുണ്ട്. What is that good news? അത് എന്താണ് ആ നല്ല വാർത്ത? That good news is that Jesus is there for you to help you. ആ നല്ല വാർത്ത ഇതാണ്, യേശു കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്. എന്തിനെന്നറിയാമോ? നിങ്ങളെ സഹായിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ. Lift your hands and say thank you Jesus. കൈകൾ ഉയർത്തിക്കൊണ്ട് നന്ദി യേശുവേ എന്ന് പറഞ്ഞാലും. ഉറക്കെ പറയാമോ? നന്ദി യേശുവേ. Hallelujah. ഹല്ലേലൂയ. Whatever situation you are, the power of Jesus is available to take you out. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഠിനമായ പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണെങ്കിലും യേശു കർത്താവിന്റെ ശക്തി ഇവിടെയുണ്ട്. നിങ്ങളെ ആ പ്രശ്നത്തിൽ നിന്ന് യേശു കർത്താവിന്റെ ശക്തി നിങ്ങളെ വെളിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. If you are in the chains of sins, Jesus can take you out of sins. നിങ്ങൾ പാപങ്ങളുടെ ചങ്ങലക്കകത്ത് അകപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിന്റെ ശക്തിക്ക് നിങ്ങളെ ആ ചങ്ങലകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള ശക്തിയുണ്ട്. If you are an alcoholic, Jesus can take you out and liberate you from alcoholism. നിങ്ങൾ ഒരു മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശു കർത്താവ് ഇന്ന് നിങ്ങളെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാൻ പോവുകയാണ്. If you are in debt,
Jesus, the same Jesus, can take you out of the debts. നിങ്ങൾ കടഭാരത്താൽ ഒത്തിരി പ്രയാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, യേശു കർത്താവിന് നിങ്ങളെ ആ കടത്തിന്റെ കെണിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. You may be going through depressing situation, or you may be suffering from depression in your life. Jesus can take you out of depression. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നിരാശ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ യേശു കർത്താവ് പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. Maybe for the last many years or weeks, suicidal thoughts are haunting you, but Jesus can take you out of the hands of the spirit of death. ഒരുപക്ഷെ കഴിഞ്ഞ ചില മാസങ്ങളായി, ചില വർഷങ്ങളായി ആത്മഹത്യയുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നിങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ യേശു കർത്താവ് നിങ്ങളെ ആ ആത്മഹത്യയുടെ പ്രവണതകളിൽ നിന്ന് വെളിവിലേക്ക് കൊണ്ടുവരുവാൻ, വിടുവിക്കാൻ പോവുകയാണ്. How many of you are ready for that? നിങ്ങൾ എത്ര പേർ അതിന് തയ്യാറായി ഇവിടെ വന്നിട്ടുണ്ട്? When the word of God comes, ദൈവത്തിന്റെ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ, when the spirit of God comes, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ, everything about you will change. നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള എല്ലാം മറിയാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. So when Jesus was moving around, യേശു കർത്താവ് ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ there was power on him. യേശുവിന്റെ മേൽ ശക്തി ഉണ്ടായിരുന്നു. Demonic oppressions were delivered. ഒത്തിരി പൈശാചികമായ ബന്ധനത്തിലിരുന്ന ആളുകൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. So many sick people were delivered. ഒത്തിരി രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിച്ചു. Only because of the power that was released from him. ആ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ആ ശക്തി നിമിത്തമാണ് ആളുകളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. Hallelujah. ഹല്ലേലൂയ. So when you receive the power of God in your life, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കുമ്പോൾ, which is available to anyone who asks, അത് നിങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ് ദൈവത്തിന്റെ ശക്തി. because the Bible says, ബൈബിൾ പറയുന്നു, if you ask, the Holy Spirit shall be given to you. ബൈബിൾ പറയുന്നു, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകപ്പെടും. Hallelujah. ഹല്ലേലൂയ. So if you are tired in any area, weak in any area, the Holy Spirit is available. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ ക്ഷീണിതരാണ്, ഒത്തിരി ബലഹീനത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തിയെ പകരാൻ പോവുകയാണ്. Acts of the Apostles chapter 1 and verse number 8. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, Jesus says, but you will receive power when the Holy Spirit comes on you. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ഒന്നുകൂടി പറഞ്ഞ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. So Jesus says, you will receive power when the Holy Spirit comes. യേശു കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തിയെ പ്രാപിക്കും. When will you get that? How will you get that? നിങ്ങൾക്ക് എന്നാണ് ഇത് ലഭിക്കുന്നത്? എങ്ങനെ നിങ്ങൾക്ക് അത് ലഭിക്കും? When the Holy Spirit comes. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴാണ്. When will the Holy Spirit come? എന്നാണ് ഈ പരിശുദ്ധാത്മാവ് വരുന്നത്? When we believe and when we are thirsty for him. നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് വലിയൊരു ആഗ്രഹത്തോടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. And there is no fee for that. നിങ്ങൾക്ക് അത് എന്തെങ്കിലും പൈസ കൊടുത്തിട്ടല്ല പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. Totally free. പരിശുദ്ധാത്മാവ് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. Two things are required. You have to believe and you have to be hungry for him, thirsty for him. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു വിശ്വാസം വേണം, ഹൃദയത്തിന്റെ അകത്ത് വലിയൊരു ദാഹവും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് ആവശ്യമാണ്. Now listen to this. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും, If nobody else is with you, and if you have the Holy Spirit, you will be stronger than, more powerful than anyone else. നിങ്ങളുടെ ജീവിതത്തിൽ ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ലോകത്തിലുള്ള ഏതൊരു വ്യക്തിയെക്കാളും ശക്തിയുള്ളവർ, ബലവാന്മാരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. The power of the Holy Spirit is the greatest, mightiest force in the universe. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. Hallelujah. ഹല്ലേലൂയ. Kingdom of God is not just talking, but the kingdom of God is a matter of power.
ദൈവത്തിൻ്റെ വചനം ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതല്ല. ദൈവത്തിൻ്റെ രാജ്യം ശക്തിയുടേതാണ്. Hallelujah. Hallelujah. So today I am here with a great good news for you all. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സന്തോഷത്തിന്റെ വാർത്ത നിങ്ങൾക്കോട് പറയാനാണ്. What is that good news? എന്താണ് ആ നല്ല വാർത്ത? That good news is that the power of the Holy Spirit is available to all. ആ നല്ല വാർത്ത ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കാൻ പറ്റുന്നതാണ്. Once again I ask you, how many of you really want to have the power of the Holy Spirit working in your life? നിങ്ങൾ എത്ര പേർക്ക്, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? Hallelujah. Hallelujah. Today I am preaching and moving around in many places every week. Do you know how I am going? ഇന്ന് ഞാൻ ഒത്തിരി ഓരോ ദിവസങ്ങളിലും ഓരോ ആഴ്ചകളിലും ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ സഞ്ചരിക്കാറുണ്ട്. And I am preaching and ministering. ഞാൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്. How is it possible? എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? Only because of the Holy Spirit's power. അത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. I myself cannot do anything. എനിക്ക് തന്നെ സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. John chapter 15, Jesus said, apart from me you cannot do anything. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. Without Jesus and his power we will be like a branch that is cut from the main tree. യേശുവിനെ കൂടാതെ, യേശുവിന്റെ ശക്തി കൂടാതെ നമ്മൾ ഓരോരുത്തരും വൃക്ഷത്തിൽ നിന്ന് വേർവിട്ട ശിഖരം പോലെയാണ്. Why many people are collapsing? Why many people are breaking down? ഒത്തിരി ആളുകൾ വീണു പോകാറുണ്ട്, ഒത്തിരി ആളുകൾ തകർന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? Because they are not receiving nutrition and power from the main tree, the true vine, which is Jesus Christ. കാരണം അവർക്ക് സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ശരിയായ യഥാർത്ഥ മുന്തിരിവള്ളിയായ യേശുവിൽ നിന്ന് അവർക്ക് ആവശ്യമായ ഒന്നും പോഷണം ഒന്നും ലഭിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ തളർന്നു പോകുന്നത്. Hallelujah. Hallelujah. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാഗ്പൂർ ഡിസംബർ 3 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വികാസ് ഭവൻ, കൊരടി റോഡ്, മംഗപൂർ, നാഗ്പൂർ, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെക്കന്ദരാബാദ് ഡിസംബർ 4 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. YMCA ഓഫ് ഗ്രേറ്റർ ഹൈദരാബാദ്. ഡോർ നമ്പർ 9138, SP റോഡ്, ക്ലോക്ക് ടവറിന് സമീപം, സെക്കന്ദരാബാദ്, തെലങ്കാന 500003. ഇനി നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോകുകയാണ്. കണ്ണുകൾ അടച്ച് യേശുവിനോടുള്ള തികഞ്ഞ വിശ്വാസത്തോടുകൂടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും, ഞാൻ പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥന ഈ സമയത്ത് ഏറ്റു ചൊല്ലി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ചേർന്ന് പറയാമോ? യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. യേശുവേ, എന്നെ സൗഖ്യമാക്കണമേ. യേശു എൻ്റെ ദൈവമാണെന്നും കർത്താവാണെന്നും രാജാവാണെന്നും ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾ യേശുവേ അങ്ങയുടെ രക്തത്താൽ കഴുകി വെടിപ്പാക്കണമേ. ഇന്നു മുതൽ യേശുവിൻ്റെ മകനായി മകളായി ജീവിക്കുവാൻ ഞാൻ തയ്യാറെന്ന് അങ്ങേക്ക് വാക്ക് നൽകുന്നു. പാപങ്ങൾ ഇനി എനിക്ക് വേണ്ട, നല്ലൊരു ജീവിതം അങ്ങ് എനിക്ക് സമ്മാനിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ ചില മദ്യപാനികളുടെ മദ്യപാനത്തിൽ നിന്ന് ചില ആളുകൾ വിടുതൽ നേടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മദ്യപാനികൾ ഈ സമയത്ത് വിടുതൽ പ്രാപിക്കട്ടെ. ഒത്തിരി പേരുടെ മദ്യപാനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ മദ്യപാനികളുള്ള കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 04842221 എന്നുള്ള നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറയുക. മാസങ്ങൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന മാറ്റത്തെ തിരിച്ചറിയാനായിട്ട് പോകുകയാണ്. കർത്താവെ, അത്ഭുതകരമായ വിടുതൽ ഈ സമയത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് നിമിത്തമായിട്ട് കിടപ്പ് രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ തന്നെ ഏതോ ഒരു ആക്സിഡൻറ്റോ മറ്റോ നിങ്ങൾ
എന്തോ ഒരു ഗവൺമെൻറ് സർവീസിലോ മറ്റോ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു അപകടം സംഭവിച്ച നിമിത്തമായിട്ട് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ കോമ്പൻസേഷൻ ഒന്നും നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഒത്തിരി പേപ്പറുകൾ മുന്നോട്ട് വിട്ടു, ഫയലുകൾ മുന്നോട്ട് വിട്ടു, ഒന്നും കണ്ടില്ല. പക്ഷേ ഒരു അത്ഭുതം യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുവാനായി പോകുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്നോട് ചേർന്ന് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, ഒരത്ഭുതം, ഇവരുടെ സാമ്പത്തികമായ ഞെരുക്കം കണ്ട് ഒരത്ഭുതം കർത്താവ് ചെയ്യണമേ. കിഡ്നി സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകണം. വൃക്കയ്ക്കകത്ത് കല്ലുകളുള്ള, വൃക്കയ്ക്കകത്ത് പ്രശ്നങ്ങളുള്ള, യൂറിനറി ഇൻഫെക്ഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പുരുഷന്മാർ പുറത്തു പറയാൻ മടിക്കുന്ന ചില പ്രത്യേക അസുഖങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. സ്ത്രീകൾ പുറത്തു പറയാൻ മടിക്കുന്ന ചില അസുഖങ്ങൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് യേശുവിനെ വിളിക്കുക, പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ വിടുതൽ കർത്താവ് നിങ്ങൾക്കിപ്പോൾ നൽകുകയാണ്. ചില കോഴ്സിന് അഡ്മിഷൻ കിട്ടാതെ മാറി നിൽക്കുന്ന ചില വ്യക്തികൾ കർത്താവ് അത്ഭുതകരമായ വിടുതൽ നൽകിയ, ചിലരുടെ സെമസ്റ്ററുകൾ മുടങ്ങിപ്പോയത് അത്ഭുതകരമായി അതിനകത്തേക്ക് വീണ്ടും നിങ്ങൾ റീ എൻട്രി ചെയ്യുകയാണ്. വീണ്ടും നിങ്ങൾ അതിനകത്തോട്ട് എൻട്രി ചെയ്ത് കയറാനായിട്ട് പോവുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളും ഈ സമയത്ത് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾക്കൊരു വിടുതലുണ്ടായെങ്കിൽ, സൗഖ്യമുണ്ടായെങ്കിൽ ചുമ്മാ ഇരിക്കരുത്. ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് 0484222111 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് വരുവാൻ പോകുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരിക, ബ്ലെസ്സിങ് സെൻറ്ററിൽ വരിക. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റുകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ അവസാനത്തെ എപ്പിസോഡാണ്. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നാഗ്പൂരിലാണ് നടക്കുന്നത്. നാഗ്പൂരിലും അതിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള എല്ലാവരെയും ഞങ്ങളിപ്പോൾ സ്വാഗതം ചെയ്യുന്നു. നാളെ സെക്കൻഡരാബാദിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.